നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ നോക്കിയപ്പോൾ പറഞ്ഞു അതിന് ഓൾറെഡി ഉള്ളൊരു പേരാണ്, നമുക്കായിട്ട് അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ഫംഗ്ഷനെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഇല്ലാത്തൊരു ഫംഗ്ഷൻ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പേര് കൊടുത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസറായിട്ട് ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസറായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്നൊരു പേരാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ മെയിനായിട്ടൊരു 3 പാർട്ടാണുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സിൻടാക്സ് എക്സ്പ്ലനേഷൻ മാത്രമാണ്. എക്സാമ്പിൾ നമ്മൾ വേറൊരു വീഡിയോയിൽ നോക്കും. അപ്പോൾ 3 പാർട്ടാണുള്ളത്. ഒന്ന് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ, മറ്റൊന്ന് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, മറ്റൊന്ന് ഫംഗ്ഷൻ്റെ കോൾ. ആദ്യം പറയാം, ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കമ്പൈലറിന് ജസ്റ്റ് ഒന്ന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുകയാണോ, സമ്മ് കണ്ടുപിടിക്കുകയാണോ, അതോ പിന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുകയാണോ, എന്താണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം. അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് എന്നുള്ളത് കമ്പൈലറിന് ജസ്റ്റ് ഒരു അവയർനെസ് കൊടുക്കുന്നു. ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മുടെ ഒരു 100 ലൈൻ കോഡ് ഉണ്ടല്ലോ, ആ 100 ലൈൻ കോഡ് എന്താണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നു, ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഫംഗ്ഷൻ കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അതിനെ വിളിക്കാൻ പറ്റണ്ടേ, അതാണ് ഫംഗ്ഷൻ കോൾ. ഓക്കെ, നമുക്കതിൻ്റെ സിൻടാക്സ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ. എന്താണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ സിൻടാക്സ്? റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻ്റ് ലിസ്റ്റ് അഥവാ പാരാമീറ്റർ ലിസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് സെമി കോളൻ. ഈ ഒരു സിംഗിൾ ലൈനിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് വിളിക്കുക. ആ ഫംഗ്ഷൻ ഡിക്ലറേഷന് വിളിക്കുന്നൊരു മറ്റൊരു പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുകൂടെ അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് റിട്ടേൺ ടൈപ്പ് കൊണ്ട് അല്ലെ ഫംഗ്ഷൻ നെയിം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുന്നു. ഈ ഫംഗ്ഷൻ നെയിമിന് എന്തെങ്കിലും പ്രത്യേകതകളോ എന്തെങ്കിലും റൂൾസ് ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഐഡൻറ്റിഫയേഴ്സിന് എന്തൊക്കെ റൂൾസ് പഠിച്ചോ അതൊക്കെ ആർക്കും ബാധകമാണ്, ഈ നമ്മളുടെ ഫംഗ്ഷൻ നെയിമിന് കൂടെ ബാധകമാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ലെറ്റർ ഒരിക്കലും ഡിജിറ്റ് ആവാൻ പാടില്ല, ലെറ്റേഴ്സിൻ്റെയും ഡിജിറ്റിൻ്റെ അണ്ടർസ്കോറിൻ്റെയും കോമ്പിനേഷൻ മാത്രമേ പാടുള്ളൂ, കീവേഡ്സ് പാടില്ല, വൈറ്റ് സ്പേസ് പാടില്ല, 31 ക്യാരക്ടേഴ്സ് മാത്രമേ പാടുള്ളൂ. ഇതൊക്കെ ആർക്കും കൂടെ ബാധകമാണ്? ഫംഗ്ഷൻ നെയിമിനൂടെ ബാധകമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫംഗ്ഷൻ നെയിം കൊടുത്തു. ഇനി തൊട്ട് മുന്നേ റിട്ടേൺ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫംഗ്ഷൻ എനിക്ക് എന്തെങ്കിലും ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് റിട്ടേൺ ടൈപ്പ്. അപ്പോൾ നമ്മൾ വോയിഡ് മെയിൻ എന്ന് എഴുതും. വോയിഡ് മെയിൻ എന്ന് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു മെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്, ആ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനിൻ്റെ മുന്നേ വോയിഡ് എഴുതുന്നത്. ഇനി നിങ്ങൾ ഇൻറ്റ് മെയിൻ എന്നാണ് എഴുതിയതെങ്കിൽ ലാസ്റ്റ് റിട്ടേൺ 0 എന്ന് നമ്മൾ എഴുതാറില്ലേ, അതിൻ്റെ മീനിങ് എന്താ? ഇൻറ്റ് മെയിൻ. മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു ഇൻറ്റിജർ വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് വാല്യൂവിനെ ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പായിട്ട് ഇൻറ്റ് എന്ന് എഴുതിയാൽ ആ ഒരു ഫംഗ്ഷൻ ഒരു ഇൻറ്റിജറിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഫ്ലോട്ട് എന്ന് എഴുതിയാൽ ആ ഫംഗ്ഷൻ ഒരു ഫ്ലോട്ടിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ക്യാർ എന്ന് എഴുതിയാൽ ആ ഫംഗ്ഷൻ ഒരു ക്യാരക്ടറിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. വോയിഡ് എന്ന് എഴുതിയാൽ ആ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ആർഗ്യുമെൻ്റ് ലിസ്റ്റ് അഥവാ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂവിനെ പാസ് ചെയ്ത് കൊടുക്കാം. ആ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിന് വരുന്നതിന് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് അഥവാ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് കൊടുക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി ചെയ്യണം, ഒരു ടാസ്ക് ചെയ്യണം. ഇപ്പോൾ 2 നമ്പേഴ്സിന് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ എഴുതി. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ടാവുക? 2 നമ്പറിനെ ആഡ് ചെയ്യേണ്ട കോഡ് എഴുതിയിട്ടുണ്ടാവുക. 2 നമ്പറിനെ ആഡ് ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരു സമ്മ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് 2 നമ്പർ വേണമല്ലോ. ആ 2 നമ്പറിനെ വേണമെങ്കിൽ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സൈഡിൽ അവർ ഓൾറെഡി അങ്ങ് എടുത്തിട്ട് ചെയ്തോളും. അതാണ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് അഥവാ പാരാമീറ്റർ ലിസ്റ്റ്. ഇത് ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യും, ഇനി കൊടുത്തിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ വെച്ചിട്ട് ചെയ്തോളും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഞാനിതാ കുറച്ച് എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. വോയിഡ് ഡിസ്പ്ലേ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ എന്നുള്ളതാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. ഞാൻ വോയിഡ് എന്ന് റിട്ടേൺ ടൈപ്പ് കൊടുത്തത് കൊണ്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു വാല്യൂം എനിക്ക് റിട്ടേൺ ചെയ്ത് തരുന്നില്ല
എന്നാണ് അതിൻ്റെ മീനിങ്. ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോർമൽ ഡിക്ലറേഷൻ എഴുതുമ്പോൾ എയും ബിയും സെയിം ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ഇൻറ്റ് എ കോമ ബി എന്നാണ് എഴുതാറുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എഴുതാൻ പറ്റില്ല. സെയിം ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ തന്നെ കോമ സെപ്പറേറ്റ് ചെയ്ത് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്ന് എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ പേരാണ്. ആ ഫംഗ്ഷൻ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് തരുന്നില്ല, പക്ഷേ ആ വാല്യൂ അതെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് 2 ഇൻറ്റിജർ വാല്യൂസിനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി വോയിഡ് ഡിസ്പ്ലേ ഓഫ് ഇൻറ്റ് എ കോമ ഫ്ലോട്ട് ബി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ എന്നുള്ളതാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. അതൊന്നിനെയും റിട്ടേൺ ചെയ്യുന്നില്ല, അതൊരു ഇൻറ്റിജർ വാല്യൂവിനെയും ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂവിനെയും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇൻറ്റ് ഡിസ്പ്ലേ ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബീൻ്റെ മീനിങ്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫംഗ്ഷൻ്റെ പേരാണ്. അതൊരു ഇൻറ്റിജർ വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് തരികയും 2 ഇൻറ്റിജർ വാല്യൂവിനെ പാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇൻറ്റ് ഡിസ്പ്ലേ ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, ഡിസ്പ്ലേ എന്നാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്, അതൊരു ഇൻറ്റിജർ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്, അതാരെയും പാസ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ റാൻഡമായിട്ടൊരു 4 എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അഥവാ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അതിൻ്റെ സിൻടാക്സ് നോക്കുക, എക്സാമ്പിൾ നോക്കുക. ഇത് ഓപ്ഷണലാണെന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് എൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. അത് പഠിക്കാനുള്ളൊരു എളുപ്പ വഴി, ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ഫസ്റ്റ് സിൻടാക്സ് ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് തന്നെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഒരു ഫസ്റ്റത്തെ ലൈനായിട്ട് വരുന്നത്. പക്ഷേ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതുമ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു സെമിക്കോളം പുട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് പുട്ട് ചെയ്യാൻ പാടില്ല, സെമിക്കോളം പുട്ട് ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ഇത് ഈ സെൻറ്റൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് റിട്ടേൺ ടൈപ്പ്, എന്താണ് ഫംഗ്ഷൻ നെയിം, എന്താണ് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, പാരാമീറ്റർ ലിസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ നമുക്കറിയാം. ഇൻറ്റ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു വേരിയബിൾ എ എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തു എന്നാണ് മീനിങ്. ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക്കലി ഈ ഫംഗ്ഷൻ, ഈ ബ്രേസ് നമ്മൾ ഓപ്പൺ ചെയ്തു, ഈ ബ്രേസ് നമ്മൾ ക്ലോസ് ചെയ്തു, അതിൻ്റെ ഇടയിൽ മാത്രമേ ആ വേരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള വേരിയബിളിനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ. ഇനി ബോഡി ഓഫ് ദി ലൂപ്പ് അഥവാ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നിനെയാണ് നമ്മൾ ബോഡി എന്താണ് ആ ഫംഗ്ഷൻ്റെ ബോഡി, എന്താണത് ചെയ്യുന്നത്. ഇനി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ റിട്ടേൺ 0 എന്ന് എഴുതാറില്ലേ, റിട്ടേൺ 1 അങ്ങനെയൊക്കെ എഴുതാറില്ലേ, അതിനാണ് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. എന്തെങ്കിലും ഒരു വാല്യൂനെ റിട്ടേൺ ചെയ്യണം എന്നുള്ള മീനിങ്. ഇവിടെ നമ്മൾ കൊടുത്തൊരു ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ 1 എന്നോ റിട്ടേൺ 0 എന്നോ റിട്ടേൺ 120 എന്നോ റിട്ടേൺ 100 എന്നോ അങ്ങനെ ഒരു ഇൻറ്റിജർ വാല്യൂവിനെ ആയിരിക്കണം റിട്ടേൺ ചെയ്യേണ്ടത് ഇവിടെ ഇൻറ്റിജർ ആണെങ്കിൽ. ഇനി ഇവിടെ കൊടുത്തത് ഫ്ലോട്ട് ആണെങ്കിൽ റിട്ടേൺ 10.5 പോലെയുള്ള ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂവിനെ ആയിരിക്കണം ഞാൻ റിട്ടേൺ ചെയ്യേണ്ടത്. ഇനി ഇവിടെ ക്യാറാണ് കൊടുത്തെങ്കിൽ ഞാനൊരു ക്യാരക്ടറിനെ ആയിരിക്കണം റിട്ടേൺ ചെയ്യേണ്ടത്. ഇവിടെ വോയിഡ് ആണ് കൊടുത്തെങ്കിൽ ഇവിടെ ഞാൻ ഒന്നിനെയും റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലായി. ഓപ്ഷണലാണ്, വേണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. കാരണം എന്താ, വോയിഡ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യാനില്ല, അതുകൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷണലാണ്. ഇനി ഇതാ നമുക്കൊരു എക്സാമ്പിൾ നോക്കാമല്ലേ. അപ്പോൾ വോയിഡ് ഡിസ്പ്ലേ ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി, അതിൻ്റെ മീനിങ് 2 വാല്യൂസിനെ എനിക്ക് കോൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ആ 2 വാല്യൂസിനെ കിട്ടുമ്പോൾ വാങ്ങി വെക്കാനുള്ളതാണ് എയും ബിയും. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫംഗ്ഷൻ്റെ പേരാണ്. അതൊരു വോയിഡിനെയാണ് എന്ത് ചെയ്യുന്നത്, വോയിഡാണ്. സോ എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ ചെയ്യുന്നില്ല. ഇൻറ്റ് സി, ഈ സീനെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എയും ബിയും ഉണ്ടല്ലോ, ആ എയിലേക്കും ബിയിലേക്കുള്ള വാല്യൂ നമുക്ക് എവിടെ നിന്നോ കിട്ടും. അത് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. എയിലും ബിയിലും ഒരു വാല്യൂ വന്ന് സ്റ്റോർ ചെയ്യും, അതായത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂയും കൂടെ പാസ് ചെയ്യുന്നുണ്ടാവും, 2 വാല്യൂ പാസ് ചെയ്യുന്നുണ്ടാവും. അതിൽ ഒന്നാമത്തെ വാല്യൂവിനെ വാങ്ങി വെക്കാനുള്ള ആളാണ് എ, രണ്ടാമത്തെ വാല്യൂവിനെ വാങ്ങി വെക്കാനുള്ള ആളാണ് ആര്, ബി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ഓക്കെ, അപ്പോൾ ഈ എയിലും ബിയിലും എവിടെ നിന്ന് വാല്യൂ കിട്ടുന്നു എന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. അത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്കതിൻ്റെ വാല്യൂ കിട്ടുന്നുണ്ടാവുക. ആ വാല്യൂ നമ്മൾ എയിലും ബിയിലേക്കും വാങ്ങി വെക്കും. ഇനി ഇൻറ്റ് സി, ആ സീനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ലോക്കൽ വേരിയബിൾ. ഇനി സി ഈക്വൽ ടു എ പ്ലസ് ബി, കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്ത വാല്യൂ 5ഉം 2 ആണെങ്കിൽ 5 എയിലേക്കും 2 ബിയിലേക്കും, ആദ്യത്തെ വാല്യൂ എയിലേക്കും രണ്ടാമത്തെ വാല്യൂ ബിയിലേക്കും സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ ഞാൻ 5, 2 എന്നൊരു എക്സാമ്പിൾ എടുത്തത് മാത്രമാണ്. എന്താണോ കോളിംഗ് ഫംഗ്ഷനിൽ പാസ് ചെയ്തത് ആ വാല്യൂ ആയിരിക്കും ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഇനി സി ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്യുന്ന സമയത്ത് എനിക്ക് 7 കിട്ടി. ഇനി പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി സി, അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തു, ആ 7 ഇവിടെ അങ്ങ് പ്രിൻ്റ് ചെയ്യിച്ചു. ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്തോ, റിട്ടേൺ സി എന്ന് പറഞ്ഞ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയോ ഇല്ല. എന്തുകൊണ്ട് എഴുതിയില്ല, ഇവിടെ ഞാൻ എഴുതിയത് വോയിഡ് ആണ്. വോയിഡ് എഴുതിയാൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പാടില്ല,
അതുകൊണ്ട് എഴുതിയില്ല. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഓക്കെ, ഇനി ഈ ഒന്നാമത്തെ ലൈനെ ഞാൻ വിളിക്കുന്നൊരു പേരാണ് എൻ്റെ ഫംഗ്ഷൻ്റെ ഹെഡർ. ഈ ബാക്കിയുള്ള ഈ 3 ആൾക്കാരെയും കൂടെ വിളിക്കുന്നൊരു പേരാണ് ഫംഗ്ഷൻ്റെ ബോഡി. മൊത്തത്തിൽ നമ്മളിതിനെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഫംഗ്ഷൻ കോള്. ഞാൻ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തിട്ട് കമ്പൈലറിനോട് പറഞ്ഞു കൊടുത്തു ഇങ്ങനൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി എഴുതി കൊടുത്തു. പക്ഷേ ഇതെപ്പം മാത്രമേ വർക്കാവുള്ളൂ? നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഫംഗ്ഷൻ കോൾ ചെയ്യാത്തിടത്തോളം കാലം ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇയാൾ ആക്സസ് ചെയ്യാനോ ഇയാളുടെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാനോ യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതെപ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ അയാളെ കോൾ ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ പാർട്ടാണ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ നെയിം ഓഫ് ആർഗ്യുമെൻറ്റ്. ഈ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഡിസ്പ്ലേ ഓഫ് എക്സ്. ഡിസ്പ്ലേ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ പാസ് ചെയ്യുന്നു എന്നല്ല, എക്സിൽ എന്തോ ഒരു വാല്യൂ ഉണ്ടാവും, ആ വാല്യൂവിനെ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി ഫംഗ്ഷൻ കോളിൽ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിനെ ഞാനൊരു പേര് വിളിക്കും. ആർഗ്യുമെൻറ്റിനെ അല്ലെങ്കിൽ പാരാമീറ്ററിനെ ഞാൻ വിളിക്കുന്നൊരു പേരാണ് ആക്ച്വൽ പാരാമീറ്റർ എന്ന് ഞാൻ വിളിക്കും. ഫംഗ്ഷൻ കോളിൽ വിളിക്കുന്ന പാരാമീറ്ററിന്. ഇനി ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വിളിക്കുന്ന പാരാമീറ്ററിനെ ഇത് ഇൻഡ് എ കോമ ഇൻഡ് എ ബി, അയാളെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ഫോർമൽ പാരാമീറ്റർ. ആ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വൽ പാരാമീറ്റർ എന്താ, ഫോർമൽ പാരാമീറ്റർ എന്താണെന്നൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ കോളിൽ യൂസ് ചെയ്യുന്നതാണ് ഫോർമൽ പാരാമീറ്റർ, ഡെഫിനിഷനിൽ യൂസ് ചെയ്യുന്നതാണ്, കോളിൽ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വൽ പാരാമീറ്റർ, ഡെഫിനിഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഫോർമൽ പാരാമീറ്റർ. അപ്പോൾ ആലോചിക്കുക, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്തിന് യൂസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ പാർട്ട്, എന്താണ് അതിൻ്റെ സിൻടാക്സ്, ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇനി ഒരു എക്സാമ്പിൾ പ്രോഗ്രാം കൂടി പറയുമ്പോഴേ എക്സാക്റ്റ് ആയിട്ട് ക്ലിയർ ആവുള്ളൂ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.